നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള സ്റ്റാർട്ടിങ് തുടങ്ങി. അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന എന്താണ് എന്ന് വരെ നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപീകരിച്ചത് എന്നതുവരെ നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയെ ഇന്ത്യ അംഗീകരിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. ഈ നവംബർ 26-ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ മനസ്സിൽ. അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? 1949 നവംബർ മാസത്തിൽ 26-ാം തീയതിയാണ്. നോട്ട് ചെയ്യേണ്ട കാര്യം അംഗീകരിക്കപ്പെട്ടത്, അങ്ങനെയുള്ള വേർഡ്സുകളാണ് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ടത്. ഇനി പറയുന്നത് ഈ നവംബർ 26-നെ കുറിച്ചിട്ടാണ്. നവംബർ 26-ന് ഒരു പ്രത്യേകതയുണ്ട്. ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത്, നമ്മൾ ഇന്ത്യയിൽ ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26-നാണ്. അതാണ് ഒരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. നവംബർ 26-ന്റെ പ്രത്യേകത എന്താണ്? ദേശീയ നിയമ ദിനം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അത് നിലവിൽ വന്നതാണ് പറയേണ്ടത്. കണ്ടോ, അംഗീകരിക്കപ്പെട്ടത് 1949 നവംബർ 26-നാണെങ്കിൽ അത് നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി മാസം 26-നാണ്. ഈ ജനുവരിയും നവംബറും മാറിപ്പോവരുത്. അംഗീകരിക്കപ്പെട്ടതാണ് 1949 നവംബർ 26-എങ്കിൽ അത് നിലവിൽ വരുന്നത് എപ്പോഴാണ്? 1950 ജനുവരി മാസം 26-ാം തീയതി. ഓക്കെ. ഇനി നമ്മുടെ ഇന്ത്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ ഒരിക്കലും ഒരു ഫെഡറൽ ആയിട്ടുള്ളൊരു കൺട്രി അല്ല, ക്വാസി ഫെഡറലാണ്. കാരണം എന്താണ്? നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. അവർക്ക് അധികാരങ്ങളുണ്ട് അല്ലേ? അധികാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടിയും ഈ രണ്ട് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ എങ്ങനെയുള്ളൊരു രാജ്യമാണ്? ക്വാസി ഫെഡറൽ ആയിട്ടുള്ളൊരു രാജ്യമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മളൊരു ഫെഡറൽ സിസ്റ്റത്തിലല്ല ജീവിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ഒരു ക്വാസി ഫെഡറൽ സിസ്റ്റത്തിലാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിയമദിനം. നമ്മൾ പറഞ്ഞു നിയമദിനം എന്നാണ്? നവംബർ മാസമാണ്. നവംബർ 6-നാണ് നമ്മൾ നിയമദിനം ആഘോഷിക്കുന്നത്. പക്ഷേ നമ്മുടെ റിപ്പബ്ലിക് ദിനം ഏതാണ്? റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ജനുവരി 26-നാണ്. ജനുവരി 26-നാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടന നിലവിൽ വരുന്നത് അല്ലേ? ആ ഒരു ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അതാണ് നോട്ട് ചെയ്യേണ്ടത്. നിയമദിനവും റിപ്പബ്ലിക് ഡേയും മാറിപ്പോവരുത്. ഇനി ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ അധ്യക്ഷൻ, ഇതൊരു എക്സ്ട്രാ പോയിന്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റുമാണ്. ഭരണഘടനയുടെ നിർമ്മാണ സമിതിയിലെ ആദ്യ അധ്യക്ഷൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. എപ്പോഴായിരുന്നു അത് വന്നത്? ജസ്റ്റ് ഞാൻ എടുത്ത് ഒന്നും കൂടെ പറയുന്നതെന്നുള്ളൂ. 1946 ഡിസംബർ 9-ലാണ് സമ്മേളനം നടന്നത് അല്ലേ? അപ്പോൾ അവിടുത്തെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഭരണഘടനാ അസംബ്ലി അവർ നമ്മുടെ ദേശീയ പതാക കൊണ്ടുവരുന്നുണ്ട്. അതായത് ദേശീയ പതാകയെ അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ പതാക വരുന്നത് എപ്പോഴാണ്? 1947 ജൂലൈ 22-നാണ്. അപ്പം നമ്മളൊരു കാര്യം നോട്ട് ചെയ്യും. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആഗസ്റ്റിലല്ലേ? അപ്പം ജൂലൈയിൽ എങ്ങനെയാണ് ഒരു ദേശീയ പതാക വരുന്നത്? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ, അതായത് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് കൊടുക്കാനുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടന്നിരുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ ദേശീയ പതാകയൊക്കെ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഭരണഘടനാ അസംബ്ലി നമ്മുടെ ദേശീയ പതാക കൊണ്ടുവരുന്നത് എപ്പോഴാണ് ചോദിക്കുമ്പോൾ അത് 1947 ജൂലൈ 22 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 1950 ജനുവരി 24-നാണ്. അടുത്ത വർഷം വരെയാണ്. 49 കഴിഞ്ഞു, ഇനി അടുത്തത് 50 വരുന്നത്. 1950 ജനുവരി 24-ന് ഭരണഘടനാ അസംബ്ലി, നമ്മുടെ ഭരണഘടനാ അസംബ്ലി നമ്മുടെ ദേശീയ ഗാനമായിട്ട് എന്തിനെ പറയാൻ തുടങ്ങി? ജനഗണമനയെ അംഗീകരിച്ചു. നോട്ട് ചെയ്യാം. 1950 ജനുവരി 24-ന്. അപ്പം നമ്മളിപ്പോൾ ജനുവരിയിലാണ്. നവംബർ, ഡിസംബർ, ജനുവരി ഈ 3 മാസങ്ങളാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തോളൂ. ഇടയ്ക്കൊന്ന് വന്നത് ഒരു ജൂലൈ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ദേശീയ ഗാനം ജനഗണമന വരുന്നത് 1950 ജനുവരി 24-നാണ്. അവിടെയും 24, 26 അങ്ങനെയുള്ള നമ്പേഴ്സ് വരുന്നുണ്ട്, അതും നോട്ട് ചെയ്യുക. ജനുവരി 24-നാണ് ജനഗണമന വരുന്നത്. ഇനി 1950 ജനുവരി 24-ന് തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്, വേറൊരു കാര്യം കൂടെ അംഗീകരിക്കുന്നുണ്ട്. അതെന്താണ്? നമ്മുടെ ദേശീയ ഗാനം. നമ്മുടെ ദേശീയ ഗാനം എന്താണ്?
വന്ദേ മാതരം അല്ലെ, അത് വരുന്നതും സെയിം ആ ഒരു വർഷവും സെയിം ആ ഡേയിലും തന്നെയാണ്. അപ്പൊ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ദേശീയ ഗാനവും ദേശീയമായിട്ടുള്ള നമ്മുടെ ദേശീയ ഗാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗീതം എന്ന് നമുക്ക് പറയാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ദേശീയ ഗീതം അല്ലെങ്കിൽ രണ്ടും ഗാനം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. ദേശീയ ഗാനം ജനഗണമന പറയുമ്പോൾ ദേശീയ ഗീതമായിട്ട് വരുന്നത് വന്ദേ മാതരമാണ്. വന്ദേ മാതരം നമുക്ക് അറിയാലേ, അത് രണ്ടും സെയിം ഇയർ ആണ്, 1950 തന്നെയാണ് വരുന്നത്. ഏത് മാസമാണ്? ജനുവരി മാസമാണ്, 24-ാം തീയതിയാണ്. ഓക്കെ, ക്ലിയർ ആയി. ഇനി അടുത്തതുണ്ട്. ഇനി അടുത്ത പ്രത്യേകത എന്താണ്? നമ്മുടെ ദേശീയ ചിഹ്നം ഉണ്ടല്ലേ, ദേശീയ ചിഹ്നം കണ്ടിട്ടില്ലേ? ഒരു അശോക ചക്രയിൽ സിംഹത്തിന്റെ തലയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ചിഹ്നം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വരുന്നത് എപ്പോഴാണ്? അതും വരുന്നത് സെയിം ഈ ഒരു ഇയറിൽ തന്നെയാണ്, 1950 ജനുവരി 26-നാണ്. അപ്പോൾ ദേശീയ ഗാനം, ദേശീയ ഗീതം, അതുകൂടാതെ നമ്മുടെ ദേശീയ ചിഹ്നം എല്ലാം വരുന്നത് സെയിം വർഷം തന്നെയാണ്, 1950 ജനുവരി 26. നോട്ട് ചെയ്ത് വെക്കാൻ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ശാഖാ കലണ്ടർ ഉണ്ട് അല്ലേ? ശാഖാ കലണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ കലണ്ടറിനെ വിളിക്കുന്ന ഒരു പേരാണ്. ഈ ശാഖാ കലണ്ടർ നമ്മുടെ ഭരണഘടനാ അസംബ്ലി അംഗീകരിക്കുന്നത് ഒരു 7 വർഷം കഴിഞ്ഞിട്ടാണ്. നോട്ട് ചെയ്യാം കേട്ടോ, ഈ 50 കഴിഞ്ഞ ഒരു 7 വർഷം നമുക്ക് വരുന്നുണ്ട്. 1957 മാർച്ച് 22-നാണ് നമ്മുടെ ദേശീയ കലണ്ടർ അംഗീകരിക്കുന്നത്. നമ്മുടെ ദേശീയ കലണ്ടർ വരുന്നത് 1957-ലാണ്. അതായത് ഒരു 7 വർഷം കഴിഞ്ഞിട്ട് മാർച്ച് 22 കൂടെ നോട്ട് ചെയ്യുക. ഈ ഒരു ടൈമിലാണ് നമ്മുടെ ദേശീയ കലണ്ടർ വരുന്നത്. ഇനി അടുത്തത്, ഈ ഭരണഘടന നിർമ്മിക്കുമ്പോൾ അതിനൊരു ഉപദേശക സമിതിയൊക്കെ ഉണ്ടാവും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ബി നാഗേന്ദ്ര റാവു. ഇദ്ദേഹമാണ് ഭരണഘടന ഉപദേശകനായിട്ട് വർത്തിച്ചത് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രവർത്തിച്ച വ്യക്തിയാണ് ആരെ? ഈ ബി നാഗേന്ദ്ര റാവു. ഈ വർത്തിച്ചത് ഞാൻ എഴുതിയത് ഇനി എക്സാമിന് അങ്ങനെ വന്നാൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരരുത് എന്ന് കരുതിയിട്ടാണ് പ്രവർത്തിച്ച വ്യക്തി എന്നൊക്കെ നമുക്ക് പറയാം. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരമായിട്ടുള്ള ഒരു അധ്യക്ഷനുണ്ട്. അതായത് ആ ഒരു സമിതിയിലെ സ്ഥിരം അധ്യക്ഷനാണ്. അതാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം 1946 ഡിസംബർ മാസം 11 മുതലാണ് സ്ഥിരമായിട്ട് അതിൻ്റെ ഒരു അധ്യക്ഷനാവുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടന കരട് രൂപീകരിച്ചു. അതായത് ഒരു കരട് ഉണ്ടാക്കിയല്ലേ, അതായത് ഭരണഘടന ഇങ്ങനെ വേണമെന്നുള്ളൊരു ഔട്ട്ലൈൻ, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഔട്ട്ലൈൻ രൂപീകരിച്ചു കഴിഞ്ഞ സമയത്ത് അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഇദ്ദേഹത്തിൻ്റെ പേര് നോട്ട് ചെയ്ത് തന്നെ വെക്കണം. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം എപ്പോഴായിരുന്നു ആ ഒരു കരട് രൂപീകരണ സമിതിയുടെ അധ്യക്ഷനാവുന്നത്? 1947 ആഗസ്റ്റ് മാസം 29-ാം തീയതി. ആഗസ്റ്റ് മാസം 29. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം മിക്കപ്പോഴും ചോദിക്കുന്നത് നമുക്ക് ഇയർ കറക്റ്റായിട്ട് തരും, മാസവും തീയതിയും ആയിരിക്കും വ്യത്യാസം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്നും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപീകരണ സമിതിയിൽ അധ്യക്ഷനായിട്ടുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. 1947 ഓഗസ്റ്റ് മാസം 29-നാണ് അദ്ദേഹം അതിൻ്റെ അധ്യക്ഷനാവുന്നത്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയാൻ എന്താണ്? നമ്മുടെ ആ ഫ്രണ്ട് പേജ് അല്ലെ, നമ്മൾ അങ്ങനെയാണ് ആമുഖത്തെക്കുറിച്ച് പറയുന്നത്. അത് തയ്യാറാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്ത് ചെയ്തത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഓക്കെ, ഇനി ഇത് ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ ഭരണഘടനയിൽ വന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തതാണ്. അതായത് അവരുടെ ഭരണഘടനയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിൽ നിന്നോ ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഈ ആമുഖം ആരാണ് എടുത്തത്? ജവഹർലാൽ നെഹ്റു ആണ് എടുത്തത് അല്ലേ? അദ്ദേഹം എവിടെ നിന്നാണ് എടുത്തത്? അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തത്. അതായത് അത് നോട്ട് ചെയ്യുക. ഇന്ത്യയുടെ ആമുഖം, അതായത് ഭരണഘടനയുടെ ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരുടെ കോൺട്രിബ്യൂഷനാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. അദ്ദേഹം അത് എവിടെ നിന്നാണ് എടുത്തത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണത് കടമെടുത്തത്. ഇനി ഈ ആമുഖത്തെക്കുറിച്ച് നമ്മൾ എടുത്തു പഠിക്കാനുണ്ട്. എങ്കിലും നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്?
ഭരണഘടനയുടെ ആമുഖത്തെയാണ്. ഇതാരാണ് വിളിച്ചത്? നെഹ്റു തന്നെയാണ് ഇത് വിളിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? നെഹ്റു ആണ്. അദ്ദേഹം തന്നെയാണ് ആമുഖം കൊണ്ടുവന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ആർട്ടിക്കിൾ 32-നെയാണ്. ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ നമുക്കിത് നോട്ട് ചെയ്യേണ്ടതാണ്. ആർട്ടിക്കിൾ 32-നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ പറയുന്നത്. പക്ഷേ നെഹ്റു ആരാണ് എന്താ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിളിക്കുന്നത് ആമുഖത്തെയാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോട്ട് ചെയ്യുക. നെഹ്റു വിളിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 32-നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായിട്ട് അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഇത് നോട്ട് ചെയ്യുക. ഇതൊരിക്കലും മാറിപ്പോകരുത് നിങ്ങൾക്ക്. ഇനി അടുത്തത് സുപ്രീം കോടതിനെ കുറിച്ച് ഒരു ചെറിയൊരു പോയിന്റ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്ന് വിളിക്കുന്നത് സുപ്രീം കോടതിയാണ്. അതായത് സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയെ സൂക്ഷിക്കുന്നത്. അതിന്റെ കാവൽക്കാരനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പോയിന്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഭരണഘടന ആമുഖം അനുസരിച്ച് ഇന്ത്യയുടെ ഭരണഘടനാ പദവി, അതായത് ഇന്ത്യയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരമാധികാര സോഷ്യലിസ്റ്റ്, നോട്ട് ചെയ്യാട്ടോ, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അതായത് ഇന്ത്യ എങ്ങനെയാണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ. അതാണ് ഈ ഒരു ആമുഖം അനുസരിച്ച് ഇന്ത്യയുടെ ഭരണഘടനാ പദവി. ഇന്ത്യയുടെ ഭരണഘടനാ പദവിയിൽ ഇത് പറയുന്നുണ്ട്. ഈ പരമാധികാരം, സോഷ്യലിസ്റ്റ്, മതേതരത്വം, ജനാധിപത്യ റിപ്പബ്ലിക്ക് തുടങ്ങിയ ഒന്നും മറന്നു പോകരുത്. ഇതെല്ലാം ആമുഖത്തിലുള്ളതാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ 3 വേർഡ്സും നമ്മൾ നമ്മുടെ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ 3 വേർഡ്സുകളും എവിടെയുണ്ട്? ഇതിൽ 3 വേർഡ്സിൻ്റെ ആദർശമുണ്ട്. എന്താണ് സ്വാതന്ത്ര്യം, എന്താണ് സമത്വം, എന്താണ് സാഹോദര്യം? ഇത് 3ൻ്റെയും ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു ഭരണഘടന രൂപീകരിച്ചിട്ടുള്ളത്. ഈ 3 ആശയങ്ങൾ എവിടെയാണ് വരുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിലാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് നമ്മൾ കടമെടുത്ത 3 ആശയങ്ങളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ, ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഈ ഒരു കാര്യമാണ്. ഇതൊരിക്കലും മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ മനസ്സിലേക്ക് പതിപ്പിച്ചു വെച്ചോളൂ, പഠിച്ചു വെച്ചോളൂ. ഇത് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ ഭരണഘടനാ പദവി. ഇനി നമ്മുടെ ഈ ഭരണഘടനയിലെ നിലവിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പറയാനുണ്ട്. അതായത് ഭരണഘടന രൂപീകരിച്ച് കഴിഞ്ഞു എന്നതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഭരണഘടനയിലെ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു, വകുപ്പുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ 448 വകുപ്പുകളുണ്ട്. ഇപ്പം നിലവിലത്തെ കണക്കാണ്. 448 വകുപ്പുണ്ട്, 12 പട്ടികയുണ്ട്, 25 ഭാഗമുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. കുറച്ചൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, PSCക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ 448 വകുപ്പുകളുണ്ട്. വകുപ്പ് നോട്ട് ചെയ്യുക. 12 പട്ടികകളുണ്ട്. ഇനി എന്താണ്? 25 ഭാഗമുണ്ട്. നിലവിലത്തിലെ കണക്കാണ്. ഇപ്പം നിലവിൽ ഇതാണ് പറയുന്നത്. പക്ഷേ രൂപീകരിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കില്ല. രൂപീകരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? 395 വകുപ്പ്. എത്രയാണ്? 395 വകുപ്പ്, 8 പട്ടിക, 22 ഭാഗം. അതായിരുന്നു രൂപീകരിക്കുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പോൾ അതിന് മാറ്റം വന്നു. ഇനി മൗലിക അവകാശങ്ങളുടെ ശില്പി, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് അല്ലേ? ആ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഈ മൗലിക അവകാശങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കാൻ. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.